ഡിയേഴ്സ്, ഇന്ന് നമ്മളുള്ളത് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസിലാണ്. മൈസൂരിൽ നിന്ന് ഏകദേശം 14 കിലോമീറ്റർ അകലെ കാവേരി നദിയിലെ ഒരു ദ്വീപാണ് ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണത്തിലാണ് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസിനെ ദരിയ ദൗലത് ബാഗ് എന്ന് അറിയപ്പെടുന്നു. സമ്പത്തിന്റെ പൂന്തോട്ടം എന്നാണ് ഇതിനർത്ഥം. ഇത് മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താന്റെ വേനൽക്കാല വിശ്രമ കേന്ദ്രമായിരുന്നു. ഈ പാലസ് നിർമ്മിച്ചത് AD 1778-1784 കാലഘട്ടത്തിലാണ്. ടിപ്പു സുൽത്താന്റെ പിതാവ് ഹൈദർ അലിയാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പിന്നീട് ടിപ്പു സുൽത്താൻ പണി പൂർത്തിയാക്കി. ടിപ്പു സുൽത്താന്റെ മരണശേഷം ബ്രിട്ടീഷുകാർ ഇത് അവരുടെ നിയന്ത്രണത്തിലാക്കി അവരുടെ ഭരണ കാര്യാലയമായി ഉപയോഗിച്ചു. പിന്നീട് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ കൊട്ടാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൈമാറി. ഇവിടുത്തെ പ്രവർത്തന സമയം വരുന്നത് രാവിലെ 8:30 മണി മുതൽ വൈകിട്ട് 5:30 മണി വരെയാണ് കേട്ടോ. ഇതിലേക്കുള്ള എൻട്രി ഫീ വരുന്നത് 15 രൂപയാണ്. ഇന്തോ സാഴ്സനിക് വാസ്തുവിദ്യയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മരം, മോട്ടാർ, കല്ല്, പ്ലാസ്റ്റർ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച 2 നിലകളിലാണ് ടിപ്പു സുൽത്താന്റെ സമ്മർ പാലസ്. ഇത് കൂടുതലും തേക്ക് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരത്തിന് ചുറ്റും വിശാലമായ ഒരു പൂന്തോട്ടമുണ്ട്. ഞങ്ങൾ ഈ പാലസിലേക്ക് എത്തുമ്പോഴേക്കും നട്ടുച്ച സമയം 12 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിലായിരുന്നു. എന്നാലും അകത്ത് നല്ല തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. റോക്കറ്റ് പീരങ്കികളുടെ പയനിയർ ആയിരുന്നു ടിപ്പു സുൽത്താൻ. ഇരുമ്പ് കേസ്ഡ് മൈസൂർ റോക്കറ്റുകൾ അദ്ദേഹം വികസിപ്പിച്ചു. ചരിത്ര സംഭവങ്ങളും യുദ്ധങ്ങളും പ്രദർശിപ്പിക്കുന്ന പുഷ്പാലങ്കാരങ്ങളും ചിത്രങ്ങളും കൊണ്ട് അകത്തളങ്ങൾ നന്നായി അലങ്കരിച്ചിരിക്കുന്നു. ചുവരുകൾ തേക്ക് മരം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മേൽക്കൂര മരവും ടൈലുകളും കൊണ്ടാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ പാനലിന്റെ താഴത്തെ ഭാഗം പൊള്ളിയൂർ യുദ്ധം ചിത്രീകരിക്കുന്നു. പൊള്ളിയൂർ യുദ്ധത്തിൽ കേണൽ ബെയ്ലിയുടെ പരാജയമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. AD 1780-82 രണ്ടാം മൈസൂർ യുദ്ധം ഹൈദർ അലിയുടെയും ടിപ്പു സുൽത്താന്റെയും ഘോഷയാത്ര ഒരു വശത്ത് പ്രതിനിധീകരിക്കുന്നു. മധ്യഭാഗത്ത് കേണൽ ബെയ്ലിയുടെ പരാജയം ചിത്രീകരിക്കുന്നു. ഈ മ്യൂറൽ പെയിന്റിംഗിന്റെ മുകളിലെ പാനലിൽ നിസാമിന്റെ ഹൈദരാബാദിലെ ഘോഷയാത്രയെ ചിത്രീകരിച്ചിരിക്കുന്നു. ഇരുണ്ട നിറമുള്ള വസ്ത്രം ധരിച്ച് അർദ്ധവിലയേറിയ കല്ലുകൾ കൊണ്ട് എംബ്രോയിഡറി ചെയ്ത തലപ്പാവ്, രാജകീയ കുടക്ക് കീഴിൽ ഒരു വെളുത്ത രാജകീയ കുതിരപ്പുറത്ത് റോസാപ്പൂവിന്റെ മണമുള്ള പിന്നാലെ ചിഹ്നങ്ങളും ഫാനറുകളും കൈവശമുള്ളവർ. പാനലിന്റെ നടുക്ക് ഓരോ നിരയിലും 6 വീതം നന്നായി അലങ്കരിച്ച രാജകീയ ആനകളുടെ 2 നിരകൾ ഒഴിഞ്ഞ ഹൗഡകളുമായി നിസാമിനെ പിന്തുടരുന്നു.
യുദ്ധവും ശ്രീരംഗപട്ടണ ഉപരോധവും എല്ലാം ഈ ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു. സുൽത്താന്റെ സമ്മർ പാലസിൽ ഒരു മ്യൂസിയം ഉണ്ട്. ഇവിടെ ടിപ്പു സുൽത്താനും കുടുംബവും ഉപയോഗിച്ചിരുന്ന പുരാവസ്തുക്കളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ടിപ്പു സുൽത്താനും ഹൈദർ അലിയും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, നാണയങ്ങൾ, ആയുധങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, കിരീടങ്ങൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ടിപ്പു സുൽത്താന്റെ പിതാവിന്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ നിരവധി പേരുടെ ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇത് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും വെടികൊണ്ട് വീഴുന്ന ചിത്രമാണ്. ശ്രീരംഗപട്ടണത്തിന്റെ കൊടുങ്കാറ്റ് പ്രദർശിപ്പിക്കുന്ന 200 വർഷം പഴക്കമുള്ള ഓയിൽ പെയിന്റിംഗ് ഉൾപ്പെടെ പ്രധാന വ്യക്തികളെയും ചരിത്ര സംഭവങ്ങളെയും ചിത്രീകരിക്കുന്ന നിരവധി ചിത്രങ്ങൾ ഈ മ്യൂസിയത്തിലുണ്ട്. ശ്രീരംഗപട്ടണത്തിന്റെ കൊടുങ്കാറ്റ് പ്രദർശിപ്പിക്കുന്ന 200 വർഷം പഴക്കമുള്ള ഓയിൽ പെയിന്റിംഗ് ഇതാണ്. ഇത് അദ്ദേഹത്തിന്റെ മകന്റെ ചിത്രമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.